ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഒരു ഞെട്ടിക്കുന്ന തോൽവിയാണ് റയലിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. 2-നെതിരെ 4 ഗോളുകൾക്കാണ് ഹൊസെ മൊറീഞ്ഞോയുടെ ക്ലബ്ബായ ബെൻഫിക്ക റയലിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. റയലിന് വേണ്ടി കിലിയൻ എംബപ്പെ ഇരട്ട ഗോളുകൾ നേടി. അതേസമയം റൗൾ അസെൻസിയോ, റോഡ്രിഗോ എന്നിവർ റെഡ് കാർഡ് കണ്ട് പുറത്തു പോയിരുന്നു. ബെൻഫിക്കയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആൻഡ്രിയാസ് ഇരട്ട ഗോളുകൾ നേടി. അതുപോലെ തന്നെ പൗലദിസ് ഒരു ഗോൾ നേടി. പിന്നീട് മത്സരത്തിന്റെ ഏറ്റവും അവസാനത്തിൽ ബെൻഫിക്കയ്ക്ക് വേണ്ടി ഗോൾ നേടിയത് അവരുടെ ഗോൾ കീപ്പറായ ട്രൂബിനായിരുന്നു. ഒരു ഹെഡർ ഗോളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. അതിന്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാം. 2 ഗോൾ മാർജിനിൽ വിജയിച്ചാൽ മാത്രമായിരുന്നു ബെൻഫിക്കയ്ക്ക് പ്ലേ ഓഫിലേക്ക് എത്താൻ സാധിക്കുമായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ട്രൂബിൻ ഇറങ്ങി വന്നത്. അങ്ങനെ ഗോൾ കീപ്പർ ഹെഡർ ഗോൾ നേടിക്കൊണ്ട് ബെൻഫിക്കയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് ഇന്നലത്തെ മത്സരത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ മത്സര ശേഷം എൽ ചിരിങ്കിറ്റോ ടിവിയുടെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ എഡു അഗ്യുറെ ഇപ്പോൾ റയലിനെ നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. അതായത് ടീമിന്റെ അവസ്ഥ വളരെ മോശമാണ്. ഈ ഒരു മത്സരത്തിൽ 7 ഗോളുകൾക്കെങ്കിലും റയൽ പരാജയപ്പെടാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ടായിരുന്നു എന്നാണ് എഡു അഗ്യുറെ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നമ്മുടെ ലോക്കർ റൂമിനകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് മാത്രം നോക്കിയാൽ പോരാ. ടീമിന്റെ അവസ്ഥ ഇപ്പോൾ മോശമാണ്. ഇന്നത്തെ മത്സരത്തിൽ കോർട്ടുവയും എംബപ്പയും ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ എതിരില്ലാത്ത 7 ഗോളുകൾക്ക് വരെ ഈ മത്സരത്തിൽ ബെൻഫിക്ക വിജയിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. ഇതാണ് എഡു അഗ്യുറെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അത്രയേറെ റയലിന്റെ പ്രകടനം മോശമായിരുന്നു. 1-2 താരങ്ങളെ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ് ക്ലബ്ബ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ബെൻഫിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവൻ മരണ പോരാട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ മികച്ച പ്രകടനമാണ് അവർ നടത്തിയത്. 22 ഷോട്ടുകളാണ് അവർ ആകെ ഉതിർത്തത്. ടാർഗറ്റിലേക്ക് 12 ഷോട്ടുകൾ ഉതിർക്കാൻ അവർക്ക് കഴിഞ്ഞു. റയലിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 16 ഷോട്ടുകളാണ് ആകെ ഉതിർത്തത്. ടാർഗറ്റിലേക്ക് 6 ഷോട്ടുകൾ മാത്രമാണ് റയൽ ഉതിർത്തിട്ടുള്ളത്. അവിടെ തന്നെ നമുക്ക് ആ ഒരു വ്യത്യാസം വളരെ വ്യക്തമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.